ഹലോ സർ. ആ രാജു, രാജുവിന് എന്താ ബോംബെയിലേക്ക് വരാൻ പറ്റുന്നത്? അത് നാളെ വീട് കച്ചവടം അയക്കും സാറേ. ഞാനൊരു 20-ാം തീയതിക്ക്. ആ ഓക്കെ. 15 ഡേയ്സ് ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. ഓ ഓക്കെ സർ. UAE-യിലേക്കോ ഒമാനിലേക്കോ എങ്ങോട്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓ ശരി സാർ. അപ്പോ അവിടേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോടെയും വരണം. ഓ ശരി സാർ. ആ എന്താ രാജു? വിശ്വനാഥൻ സാർ വിളിച്ചതാ, മുംബൈക്ക് ചെല്ലാൻ പറഞ്ഞു. എടീ, നിന്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കടി. അമ്മേ, അമ്മേ, എന്താടി രാത്രി കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എടി, ഇവിടെ ഒരു സന്തോഷകാര്യം പറയാൻ വിളിച്ചതാ. എടി, ഇവന് ബോംബെന്ന് വിളി വന്നു, സാറ് ചെല്ലാൻ പറഞ്ഞു. എന്നെ പൊന്നെ കീഴിലമ്മേ. മോനെ എന്നാ പോണ്ടേ? ഈ വരുന്ന 20-ാം തീയതി. അയ്യോ, ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ. അതെ സാർ. അതിനിടയില് കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ശരിയാവൂടാ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ചാനലായ ചാനലിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ഇപ്പൊ ഇതാ ചർച്ച. പോലീസുകാർക്കും പ്രഷർ കാണും. ഹോം മിനിസ്റ്റർ നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അറസ്റ്റ് ഉണ്ടാവും. ഇവർക്ക് ഇതിലെന്തോ ഒരു കൈയുള്ളതായിട്ട് എനിക്ക് ബലമായ സംശയമുണ്ട്. ഉറപ്പായിട്ടും ഇവര് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നില്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന കുറ്റവാളി ഞാനാ. മനസ്സിലായില്ല. ഇന്ന് അച്ഛന്റെ കാർ ഓടിച്ചിരുന്നത് ഞാനാണ്. കാർ ഓടിച്ചിരുന്നത് ആരാണോ അവരാണ് കുറ്റവാളി. അതെന്തിനാ? നീ കള്ളോന്നും പറയണ്ട. കാർ ഓടിച്ചിരുന്നത് ഞാനല്ലേ. ഞാനിത് ചെയ്യാത്ത കുറ്റം തന്നെയാ. നിരപരാധിത്വം തെളിയിക്കപ്പെടണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം എന്തിനാ? പോലീസ് വരുന്നത് കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അത് ഞാനല്ലേ. അവര് എന്നെ അറസ്റ്റ് ചെയ്യൂ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാൻ പാടില്ല. ഞാനത് കണ്ടു നിൽക്കില്ല. സോറി സർ, ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. സാറിന്റെ വാഹനം ഇടിച്ചാലും സാർ എന്തായാലും നിർത്താതെ പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. യഥാർത്ഥ കുറ്റവാളിയെ ഞങ്ങൾ കണ്ടെത്തും. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെ നോട്ടത്തിൽ സാറാണ് കുറ്റവാളി. സാറിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളോട് സാർ സഹകരിച്ചേ പറ്റൂ. മീഡിയക്കാരും രാഷ്ട്രീയ എതിരാളികളും വളരെ പ്രഷർ ചെലുത്തുന്നു സാർ. അച്ഛാ, സാർ പറയുന്നതാ ശരി. സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഞാനാ കാർ ഓടിച്ചത്. അല്ല, ഇവള് നുണയാ പറയുന്നത്. കാർ ഓടിച്ചിരുന്നത് ഞാൻ തന്നെയാ. അല്ല സർ, കാർ ഓടിച്ചിരുന്നത് ഞാൻ തന്നെയാ. അച്ഛൻ മകളായ എന്നെ രക്ഷിക്കാൻ പറയുന്ന കള്ളമായത്. അതെ, കുട്ടി പറയുന്നതിലൊരു പോസിബിലിറ്റി ഉണ്ട് സാർ. മോളെ അറസ്റ്റ് ചെയ്താൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് പെട്ടെന്ന് ജാമ്യത്തിൽ വിടാൻ പറ്റും.
മറ്റൊരു കാര്യം, കുറ്റവാളി സാറായാൽ മീഡിയക്കാരും രാഷ്ട്രീയ ശത്രുക്കളും കൂടി ഇതൊരു ഉത്സവമാക്കി മാറ്റും. മോളാണെന്നറിഞ്ഞാൽ എല്ലാവരും വാലും മടക്കി പൊയ്ക്കോളും. ഈ പ്രശ്നം സാറിന്റെ രാഷ്ട്രീയ ഭാവിക്കെതിരായി പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു. അവരെ തോൽപ്പിക്കണമെങ്കിൽ ഇതാണ് സർ ബുദ്ധി. പക്ഷേ ഇതെന്റെ മോളല്ലേ സാർ? അതിനെന്താ, സാറ് സ്റ്റേഷനിൽ വന്ന് കുട്ടിയെ ജാമ്യത്തിലെടുത്ത പോരെ? കുട്ടിയെ കൊണ്ടുവരൂ. ഓക്കെ സാർ, വരൂ. ഇപ്പൊ രാജു ഉണ്ടായിരുന്നെങ്കിൽ. അറസ്റ്റ് ചെയ്തെന്നോ? എന്താ കാര്യം? അറിഞ്ഞില്ലേ? ആ ആക്സിഡന്റ് കേസിൽ കാർ ഓടിച്ചത് പ്രതാപേട്ടനായിരുന്നു. പക്ഷേ കുറ്റം മോൾ ഏറ്റെടുത്തു. ചെറിയമ്മേ, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പ്രതാപേട്ടൻ പോയിട്ടുണ്ട്. വർമ്മ സാറിന് ഞാൻ ചെല്ലുന്നത് ഇഷ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ചെറിയമ്മേ? നിന്നെ വിവരം അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതാ. രാജുവിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താടാ നീ കാര്യം പറയൂ. അമ്മേ, ഋതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ.